ഞെട്ടിക്കുന്ന മറ്റൊരു വാർത്ത വരുന്നത്. ഒരു 1ാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് സ്കൂൾ അധികൃതരുടെ അനാസ്ഥ മൂലം നഷ്ടപ്പെട്ടത് സ്വന്തം കൈവിരലുകളാണ്. കർണാടകയിലെ തുമകുരു താലൂക്കിലെ ഗുളൂർ ഗ്രാമത്തിലാണ് സംഭവം നടക്കുന്നത്. പതിവ് പോലെ 1ാം ക്ലാസ്സുകാരിയായ ചിന്മയി ദേവിയെ സ്കൂളിൽ അയച്ചതായിരുന്നു അവളുടെ മാതാപിതാക്കൾ. എന്നാൽ അന്ന് അവളെ സ്കൂളിൽ കാത്തിരുന്നത് അസഹനീയമായ വേദനയും കണ്ണീരുമായിരുന്നു. ഉച്ചഭക്ഷണ സമയമായപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് മറ്റു കുട്ടികൾക്കൊപ്പം കളിക്കുകയായിരുന്നു ചിന്മയി. ഇടയ്ക്ക് എപ്പോഴോ അറിയാതെ അവളുടെ വിരലുകൾ ക്ലാസ് മുറിയുടെ ഇരുമ്പ് വാതിലിൽ കുടുങ്ങി. അവൾ എത്ര ശ്രമിച്ചിട്ടും പിന്നീട് വിരലുകൾ വാതിലിൽ നിന്ന് പുറത്തെടുക്കാൻ പറ്റാതായതോടെ കുട്ടികളൊക്കെ കൂടി വിവരം അധ്യാപകരെ അറിയിച്ചു. അധ്യാപകരെത്തി വിരൽ പുറത്തെടുത്തപ്പോഴേക്കും ആ വിരലുകൾ അവളുടെ കൈകളിൽ നിന്നും അറ്റുപോയിരുന്നു. ഇത്രയും ഭയാനകമായൊരു സംഭവം ഉണ്ടായിട്ടും അവർ കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കാനോ മാതാപിതാക്കളെ വിവരമറിയിക്കാനോ തയ്യാറായില്ല. ഈ സമയത്തൊക്കെ കുഞ്ഞു ചിന്മയി വേദന കൊണ്ട് നിലവിളിക്കുന്നുണ്ടായിരുന്നു. ನೀನ್ ಹೇಳ್ಬೇಡ ಪುಟ್ಟ, ಮಗ ಹೇಳ್ತೈತೆ. ಒಳಗಡೆಯಿಂದ ಕದ ಕುದ್ರೆ ಯಾರು ಅವಾಗ ಆಗಿದ್ದು. ಯಾವ ಟೈಮಲ್ಲಿ ಹಿಂಗಾಗಿದ್ದು? ಊಟದ ಟೈಮಲ್ಲಿ. ಅಲ್ಲಿ ಟೀಚರ್ಸ್ ಯಾರು ಇರ್ಲಿಲ್ವಾ? ಇಲ್ಲ, ಊಟಕ್ಕೆ ಹೋಗಿದ್ದವ್ರು. ನೀನ್ ಒಬ್ಳೇ ಇದ್ದ? ಹುಡುಗರು ಇದ್ರು. ಈ ಕದಕ್ಕೆ ಇತ್ತ ಯಾರನ್ನ ಬೆಳ್ಳಗೆ ಕತ್ತರಿಸ ಯಾರನ್ನ ಅಲ್ಲಿ ಹಿಂಗಂಡಿದ್ದೆ ನೋಡೋಣ ಅಂತ. ಯಾರೋ ಒಳಗಡೆಯಿಂದ ಕದ ಹಾಕಿದ್ರು ಅಷ್ಟೇ. ಕದಾಕಿ ಬೇಡ ಸಿಕ್ಕಾಕೊಂಡಿರದ? ಯಾರೇ ನಿನ್ಗೇನು ಇದ್ ಮಾಡಿಲ್ವಾ, ಗಾಯ ಮಾಡಿಲ್ವಾ? നിജാനാ? ഇതൊന്നും കൂടാതെ മുറിഞ്ഞുപോയ അവളുടെ കുഞ്ഞു വിരലുകൾ സൂക്ഷിക്കുന്നതിന് പകരം രക്തം കണ്ട് മറ്റ് വിദ്യാർത്ഥികൾ പരിഭ്രാന്തരാകാതിരിക്കാൻ അധ്യാപകർ ആ വിരലുകൾ മാലിന്യ കൂമ്പാരത്തിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു. ഒടുക്കം ചിന്മയുടെ കരച്ചിൽ അടക്കാനാകാതെ വന്നതോടെയാണ് അധ്യാപകർ മാതാപിതാക്കളെ വിവരമറിയിക്കുന്നതും അവർ സ്കൂളിലെത്തുന്നതും. സ്കൂളിലേക്ക് ഓടിയെത്തിയ അവർ മകളെ തുമകുരു ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. മുറിഞ്ഞുപോയ വിരലുകൾ ശരിയായി സംരക്ഷിക്കുകയും കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ശസ്ത്രക്രിയയിലൂടെ അവ വീണ്ടും ഘടിപ്പിക്കാൻ കഴിയുമായിരുന്നുവെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നുവെന്നാണ് ചിന്മയുടെ അമ്മ പിന്നീട് വ്യക്തമാക്കിയത്. ಹಿಂಗೆ ಆಗಿದ್ರೆ ನೀವು ಬಿಡಿರ ಸರ್ ಅಂತಾನೆ ಕೇಳಿದೆ ನಾನು. ಅಲ್ಲಿ ಬಿಟ್ಟು ಕೈ ಕಾಲು ತಲೆ ಕತ್ತರಿಸಕ್ಕೆ ಎಲ್ಲರೂ ಹಾಸ್ಪಿಟಲ್ ಹೇಳ್ತಾರೆ. ಯಾಕಂದ್ರೆ ನಾವು ಬಡವರಲ್ವಾ. ಕೋಳಿ ನಾಯಿನ್ರಿ ಅದು ಅದಲ್ಲ ನೋಡಿ. ಒಳ್ಳೆ ಆಸ್ಪತ್ರೆ ಕರ್ಕೊಂಡು ಹೋಗಿ ಅಂತಾರೆ ಅಷ್ಟೇ. ಏನಿಲ್ಲ, ಅವ್ರವ್ರೆ ಪಿಸ ಅಂತ ಮಾತಾಡ್ತಾರೆ. ತಪ್ಪು ಬಿಡ್ರಿ ಅವ್ರು ಮಾಡೋದು. ಫುಲ್ ಟೀಚರ್ ಬಿಒ ಮನೆ ತಗ ಬಂದು ಏನು ಹೇಳಿದ್ರು ಹೇಳಮ್ಮ, ಯಾರು ಕೇಳಬೇಡ ಅಂದ್ರು. ಅದೇ ಸಿದ್ದರಾಜುಗ ಯಾರ ಮಾತು ಕೇಳಬೇಡ ಕಣಮ್ಮ ನೀನು ಅಂತ ಹೇಳಿದ್ರು. ഏതായാലും തുമകുരു റൂറൽ പോലീസ് സ്റ്റേഷനിൽ മാതാപിതാക്കൾ പരാതി നൽകിയിരിക്കുകയാണ്. സംഭവത്തിൽ 3 അധ്യാപകർക്കും ബ്ലോക്ക് വിദ്യാഭ്യാസ ഓഫീസർക്കുമെതിരെ എഫ്ഐആറും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സുരക്ഷാ പ്രോട്ടോകോളുകളിലെ വീഴ്ചയും തുടർന്ന് അടിയന്തര പരിചരണം നൽകുന്നതിൽ ജീവനക്കാർ വരുത്തിയ വീഴ്ചയുമാണ് അന്വേഷണ പരിധിയിലുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.